ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് സോയാബീൻ വെച്ചിട്ട് വളരെ അടിപൊളി ഡിഷുമായിട്ടാണ്. നമ്മുടെ ദോശയുടെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും വെറുതെ കഴിക്കാനൊക്കെ നല്ലൊരു അടിപൊളി ഡിഷാണ് കേട്ടോ. അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ചെയ്യും. അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് കഴിച്ച് തീർക്കാനും പറ്റും കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു ഡിഷാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പോയി നോക്കാം. അതിന് വേണ്ടി ഒരു പാത്രം എടുത്തിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സോയാ സോസിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ തന്നെ നമുക്ക് ചില്ലി സോസും കൂടി റെഡ് കളറിലുള്ള ചില്ലി സോസാട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് 2 കപ്പ് സോയാബീനാണ് ഞാനിതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ചെറിയ സൈസ് സോയാബീനാണ് കേട്ടോ. അത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കൊരു ഏകദേശം 2 മിനിറ്റൊക്കെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഈ സോയാബീൻ. ഇപ്പോൾ നമ്മുടെ സോയാബീനൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് സോയാബീൻ ഇതിന് നമുക്ക് പച്ചവെള്ളത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഇതിന് കോരി എടുത്തിട്ട് നമുക്ക് നല്ല തണുത്ത പച്ചവെള്ളത്തിലേക്ക് മാറ്റാം. ഇനി പച്ചവെള്ളത്തിൽ നിന്ന് നമുക്ക് സോയാബീൻ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ വെള്ളമൊക്കെ നല്ല രീതിയിൽ ഡ്രൈ ആവുന്ന വിധത്തിൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഇപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് സോയാബീനൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലുള്ള സോസ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂണ് ഷെസ്വാൻ സോസും 1 ടീസ്പൂണ് ചില്ലി സോസുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് സോയാ സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണ് കെച്ചപ്പാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതാക്കി അരിഞ്ഞ ഉള്ളി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗറും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കണം കേട്ടോ. ഇത് നമുക്ക് ലാസ്റ്റാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം ഇതൊരു ലൂസ് പരുവത്തിലാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ സോയാബീൻ പൊരിക്കാനുള്ള എണ്ണയൊക്കെ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിൽ നമുക്ക് സോയാബീൻ വറുത്തെടുക്കണം. നല്ല രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ ഇങ്ങനത്തെ ഫ്രൈ ചെയ്ത സോയാബീൻ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. നല്ല ക്രിസ്പിയാണ്. നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കുട്ടികൾ ടി വി കാണുമ്പോഴും അങ്ങനെയൊക്കെ കൊടുക്കാൻ നല്ല ടേസ്റ്റാട്ടോ ഇത്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടി ഞാനൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 വലിയ സൈസ് സവാള ഇതേ രീതിയിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത്. സവാളൊക്കെ അതിൻ്റെ ആ കളറൊക്കെ മാറിയിട്ട് ഏകദേശം ഒരു പിങ്ക് കളറായി വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 3 കളർ ക്യാപ്സിക്കാട്ട് എടുത്തിട്ടുള്ളത്. പച്ചയും മഞ്ഞയും ചുവപ്പും ഇട്ട 3 കളറുള്ള ക്യാപ്സിക്കും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് 3 കളർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ പച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുത്താലും മതി. ഇതൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ച സോയാബീനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്.
എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം.